റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ട്രംപ് രംഗത്ത് വന്നപ്പോൾ മുതൽ ട്രംപിനെ പിന്തുണച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാനെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ട്രംപിൻ്റെ സത്യസന്ധത, ട്രംപിൻ്റെ വിപ്ലവകരമായ നിലപാടുകൾ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കൂറ് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് കൊടുത്ത വാഗ്ദാനങ്ങൾ അധികാരത്തിലെത്തിയ അന്നു മുതൽ പാലിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്ന കാര്യം, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ യുദ്ധം, അനധികൃത കുടിയേറ്റക്കാർ അവർ ഇന്ത്യക്കാരാണെങ്കിലും നിയമവിരുദ്ധമായി അവിടെ എത്തിയവരാണെങ്കിൽ അവരെ പുറത്താക്കണം എന്ന നിലപാട് അത് അംഗീകരിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതൊരു വിഷയമാണ്. അവരെ കൈയും കാലും ബന്ധിച്ച് സൈനിക വിമാനത്തിൽ ചരക്ക് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുന്നത് ശരിയാണോ എന്ന ചോദ്യമൊക്കെ പ്രസക്തമാണെങ്കിലും നിയമവിരുദ്ധമായി ആരും അമേരിക്കയിൽ താമസിക്കരുത് എന്നത് അമേരിക്കൻ പൗരന്മാരുടെ ആഗ്രഹമാണ്. അത് നിറവേറ്റി കൊടുക്കേണ്ടത് ട്രംപാണ്. പിന്തുണയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ട്രംപ് ഇത്തരം കാര്യങ്ങളുമായി രംഗത്ത് വന്നതോടെ ട്രംപിനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ് വോക്കിസ്റ്റുകൾ. പരമ്പരാഗത ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയക്കാർക്ക് സഹിക്കാനേ കഴിയില്ല ട്രംപിൻ്റെ ഇത്തരം പ്രഖ്യാപനങ്ങളും നിലപാടുകളും. അവരിൽ പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാടുവിടുന്നു. പോപ്പ് സ്റ്റാർ സെലീന ഗോമസ് ഉദാഹരണമാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സെലീന ഗോമസ് സങ്കടപ്പെട്ടത്. പക്ഷേ സെലീന ഗോമസ് ശതകോടികളുടെ ആസ്തിയിൽ ആഡംബര ജീവിതം നയിക്കുന്ന ആളാണ്. ഇവർ ഒറ്റ കുടിയേറ്റക്കാരെ പോലും, ഒറ്റ അനധികൃത കുടിയേറ്റക്കാരെ പോലും തൻ്റെ കാമ്പസിലോ വീട്ടിലോ കയറ്റുകയുമില്ല. ഈ കാപട്യത്തെ പലരും ചോദ്യം ചെയ്തു. സെലീന ഗോമസിൻ്റെ ഫോളോവേഴ്സ് ഒറ്റയടിക്ക് 8 ലക്ഷം പേർ കുറയുകയും ചെയ്തു. അതാണ് അമേരിക്കയിൽ ഒരു ഫീൽ എന്ന് പറയുന്നത്. അത്തരക്കാരുടെ നിലവിളി ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന നിലവിളി എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും സമ്പന്നനായ എലൻ മസ്കിനാണ് അതിന് ചുമതല കൊടുത്തിരിക്കുന്നത്. മസ്കിന് അമേരിക്കയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു അംഗീകാരം, അക്സസ് കിട്ടിയിരിക്കുന്നു എന്നതാണ് ഇവരുടെ നിലവിളി. ഈ ബെനിഫിറ്റ് കൊടുക്കുന്നത്, മെഡിക്കൽ കെയർ കൊടുക്കുന്നത്, പാവങ്ങളെ സംരക്ഷിക്കാനുള്ള ഫണ്ട് അടക്കം അമേരിക്കയുടെ ഫണ്ടിൽ കൈവയ്ക്കാൻ, നിയന്ത്രിക്കാൻ മസ്കിന് അധികാരം കിട്ടിയിരിക്കുന്നു പറഞ്ഞവർ കരയുന്നുണ്ട്. ഇത് നിന്നു പോകുമോ, അമേരിക്കയിലെ പാവങ്ങൾ പട്ടിണിയിലാകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യവുമില്ല. അനാവശ്യമായി അർഹതയില്ലാതെ ആളുകൾ അത് കൈപ്പറ്റുന്നുണ്ടോ എന്ന് പരിശോധിച്ചത് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മസ്കിന് അത് കിട്ടിയിരിക്കുന്നത്. ഇത്തരം വിലാപങ്ങൾ അവിടെ തുടരും. എന്നാൽ പലപ്പോഴും ട്രംപ് ഒരു ആവേശ കമ്മിറ്റിക്കാരനായി മാറി അതിരുവിട്ട് ചില ഇടപാടുകൾ നടത്താറുണ്ട്. ഐക്യരാഷ്ട്രസഭയോടും ആഗോള സംഘടനകളോടുമുള്ള ട്രംപിന്റെ സമീപനം പലപ്പോഴും മനുഷ്യത്വപരമല്ല എന്ന ആരോപണമുണ്ട്. ആദ്യം തന്നെ ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള സാമ്പത്തിക സഹായം അവസാനിപ്പിച്ചതൊക്കെ വിവാദമായിരുന്നു. അതിന് ട്രംപിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്. അത്തരത്തിൽ ഒന്നാണ് ട്രംപിന്റെ വ്യാപാര യുദ്ധം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലോകക്രമത്തിന്റെ ഭാഗമാണ് രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്തുക എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ അമേരിക്കയാണ്. അമേരിക്ക ഇത്രയും വളർന്നതും ഇത്രയും ശക്തമായി നിലനിന്നതും അമേരിക്കയിൽ ലഭ്യമല്ലാത്ത ഉൽപ്പന്നങ്ങൾ, അതിപ്പോൾ പെട്രോളും ഡീസലും ആണെങ്കിലും അതല്ല പച്ചക്കറിയും പഴങ്ങളുമാണെങ്കിലും അത് ലഭ്യമായിടത്തൊന്നും അമേരിക്ക അങ്ങോട്ട് കൊണ്ടുവന്നു. എല്ലായിടത്തും എല്ലാം ഉണ്ടാവില്ല. വ്യത്യസ്തമായ കാലാവസ്ഥയാണ്, എല്ലായിടത്തും എല്ലാം ഉണ്ടാവില്ല. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി അയച്ചാണ് ലോകം നിലനിൽക്കുന്നത്. അതിന് ചില നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ കുറയ്ക്കാനും ലോക വ്യാപാരം വളരെ സുഗമമായി മുമ്പോട്ട് പോകാനുമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WTO ഉണ്ടായിരിക്കുന്നത്. വേൾഡ് ബാങ്കും IMFും ഒക്കെ അതിനെ സാമ്പത്തികമായി സഹായിക്കുന്നു. വാസ്തവത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു ഇതൊക്കെ രൂപപ്പെട്ടത്. അമേരിക്ക മുൻകൈ എടുത്തു കൊണ്ടുവന്നതാണ്. കാരണം അമേരിക്കയാണ് ഏറ്റവും അധികം സാങ്കേതികമായി ഉയർന്നത്, ഏറ്റവും കൂടുതൽ വിഭവശേഷിയുള്ളത്, ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയുള്ളത്. അതുകൊണ്ട് അമേരിക്കയുടെ ഈ ശേഷി ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പടർത്തി അവർ ലാഭമുണ്ടാക്കി. ആപ്പിൾ ആണെങ്കിലും ടെസ്ല ആണെങ്കിലും ആമസോൺ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണ്, ഇതൊക്കെ അമേരിക്കൻ കമ്പനികളാണ്. ലോകത്തിന് എന്ത് മാറ്റമുണ്ടായാലും അതിന്റെ ലീഡർഷിപ്പിലേക്ക് വരുന്ന അമേരിക്കയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾക്ക് പലപ്പോഴും ആ ഒരു പരിമിതിയുണ്ട്. നമുക്കിപ്പോൾ റിലയൻസും അദാനിയും ഒക്കെ ഉണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണഭോക്താക്കൾ നമ്മളാണെങ്കിൽ അമേരിക്കൻ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അമേരിക്ക വളർന്നത് ലോകത്തിന്റെ സഹായത്തോടെയാണ്. അതിനുവേണ്ടിയാണ് അവർ താരിഫിലൊക്കെ ഇളവ് കൊണ്ടുവന്നത്. വാസ്തവത്തിൽ അമേരിക്ക കൊണ്ടുവന്ന ഈ താരിഫ് ഇളവുകൾ പല രാജ്യങ്ങൾക്കും കുഴപ്പമായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞ് ഇന്ന് അമേരിക്കയേക്കാൾ ചെലവ് കുറഞ്ഞ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ചൈനയ്ക്കും ഇന്ത്യക്കും ഒക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അമേരിക്ക ഇങ്ങനെ തലതിരിഞ്ഞ വ്യാപാര യുദ്ധവുമായി രംഗത്ത് വന്നാൽ ട്രംപ് ലോകത്തിന്റെ താളം തെറ്റിക്കുമെന്ന് തീർച്ചയാണ്. അമേരിക്കയുടെ ഇറക്കുമതിയുടെ 40% 3 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് കാനഡ, 2 മെക്സിക്കോ. ഇത് രണ്ടും അയൽ രാജ്യങ്ങളാണ്. മൂന്നാമത്തേത് ചൈന. കാനഡയും മെക്സിക്കോയും നിലനിൽക്കുന്നത് പോലും അമേരിക്കയുമായുള്ള സാമ്പത്തിക ഇടപാട് കൊണ്ടാണ്. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അവർ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്നു.
അമേരിക്കയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടാണ് ഈ രാജ്യങ്ങളുടെ നിലനിൽപ്പിന് പ്രധാന ഘടകം. അതേസമയം അമേരിക്കയ്ക്ക് അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അവർ ഒരിക്കലും ഇറക്കുമതിക്ക് പോവില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്കും ഗുണമുണ്ട്. ചൈന ബഹുദൂരം അകലെയാണ്, പക്ഷെ ചൈന ഉണ്ടാക്കുന്ന വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലെ പാവപ്പെട്ട മനുഷ്യരെ തീറ്റിപ്പോറ്റുന്നത്. അമേരിക്ക ഒരു പ്യുവർ ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. അവിടെ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട്, സാധാരണക്കാരും ഇല്ലാത്തവരും. അവർക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് നമുക്കുള്ള സങ്കല്പം പോലെ മുന്തിയ രീതിയിൽ ജീവിക്കാൻ കഴിയില്ല. അവർക്കാർക്കും കാലിഫോർണിയയിലെ പാലിസൈഡിൽ കൊട്ടാരം പണിയാൻ കഴിയില്ല. അവരൊക്കെ ജീവിക്കുന്നത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ്. ആ ചൈനയ്ക്ക് 10% താരിഫും മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും 25% താരിഫും ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാനഡയും മെക്സിക്കോയ്ക്കും വലിയ സാമ്പത്തിക പ്രശ്നമുണ്ടാവും. പക്ഷേ ഇവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് ചെല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്ത് സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ദൗർലഭ്യം ഉണ്ടാവും. എന്ന് മാത്രമല്ല അവരും തിരിച്ച് അതേ താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് അങ്ങോട്ടുള്ള സാധനങ്ങൾ പോകുന്നു നിന്നുപോകും. ചൈന കടുത്ത നടപടി എടുക്കുമെന്ന് പറഞ്ഞു, WTOയിൽ പരാതിപ്പെടുമെന്ന് പറയുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രശ്നം വഷളാക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ചൈനയുടെ ഏറ്റവും വലിയ വിപണി അമേരിക്കയാണ്. ആ വിപണിയോട് അവർ പിണങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചൈനയും നിയന്ത്രണം കടുപ്പിച്ചാൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്ന അമേരിക്കയ്ക്കായിരിക്കും. കാരണം അമേരിക്കയിലെ സാധനങ്ങളുടെ വില കൂടും, ഇത് ലഭ്യമല്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് എണ്ണ കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? അമേരിക്കയ്ക്ക് എണ്ണയുണ്ട്, എങ്കിലും എന്തു ചെയ്യും? ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ഇന്ത്യക്കുമുണ്ട്. കാരണം ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. ബ്രിക്സ് രാജ്യങ്ങൾ പരസ്പരം ഒരു സ്വന്തം കറൻസി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. ട്രംപ് ശക്തമായ രംഗത്ത് വന്നു. നിങ്ങൾ കറൻസി ഉണ്ടാക്കിയാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. എന്താണ് അവർക്ക് പേടിയുണ്ട്? ബ്രിക്സ് രാജ്യങ്ങൾ ഒരു കറൻസി ഉണ്ടാക്കിയാൽ, ഒറ്റ കറൻസിയിലേക്ക് മാറിയാൽ ഡോളറിന് ബദലായി ഈ കറൻസി വളർന്നു വരും. മോദി ആവട്ടെ ലോകത്തെല്ലായിടത്തും പോയി രൂപ തന്നെ ഒരു ബദൽ കറൻസിയായി വളർത്തിക്കൊണ്ടുവരികയാണ്. ഗൾഫ് രാജ്യങ്ങളൊക്കെ കറൻസിക്ക് അംഗീകാരം കിട്ടുന്നുണ്ട്. അത് ട്രംപിന് ഇഷ്ടപ്പെടുന്നില്ല. അമേരിക്കയുടെ താല്പര്യം ട്രംപ് നോക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ അവകാശമുണ്ട്. അത് മറന്നുകൊണ്ട് ട്രംപ് ഇങ്ങനെ രംഗത്തിറങ്ങിയാൽ, ട്രംപ് നിലപാട് പ്രഖ്യാപിച്ച ലോകക്രമം തന്നെ തകർന്നു പോകും. ട്രംപും മോദിയും സുഹൃത്തുക്കളാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഊഷ്മളമായ ബന്ധമുണ്ടാകുമെന്ന് കരുതപ്പെട്ടു. പക്ഷേ അത്തരം ലക്ഷണങ്ങളൊന്നുമില്ല. കാരണം ട്രംപ് അമേരിക്കയുടെ താല്പര്യം മാത്രം നോക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് അകലമുണ്ടാവും. ഇന്ത്യക്കെതിരെ താരിഫ് ഏർപ്പെടുത്തി ഇന്ത്യ പ്രതികരിക്കേണ്ടി വരും. കാനഡ മനസ്സോട് പ്രതികരിക്കുന്നുണ്ട്. മെക്സിക്കൻ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ്, അവർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ചൈനയാണ് സൂക്ഷ്മതയോടെ പെരുമാറുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പോലും ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ട്രംപിന്റെ നീക്കം കൊണ്ടുവന്നത്. ഇത് ആത്യന്തികമായി അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ പ്രശ്നം സൃഷ്ടിക്കും. വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ട്രംപ് ദയവായി സാമ്പത്തിക കാര്യങ്ങളിലെങ്കിലും വളരെ സൂക്ഷ്മതയോടെ നിലപാടെടുക്കണം. പ്രത്യേകിച്ച് എലൻ മസ്കിനെ പോലുള്ളവർ ട്രംപിനൊപ്പമുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ നിലപാടെടുക്കുമ്പോൾ ട്രംപ് സൂക്ഷിച്ചില്ലെങ്കിൽ അത് ലോകക്രമത്തെ തന്നെ അപായപ്പെടുത്തും. വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും. കാരണം അമേരിക്കയാണ് ലോകത്തിൻ്റെ കടിഞ്ഞാൺ. ആ കടിഞ്ഞാൺ അയഞ്ഞു പോയാൽ, ആ കടിഞ്ഞാൺ മുറുകിപ്പോയാൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമാകും. അതുകൊണ്ട് ട്രംപ് ഇത്തരം വകതിരിവില്ലായ്മ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ട്രംപിനും അമേരിക്കയ്ക്കും ലോകത്തിന് മുഴുവൻ തിരിച്ചടിയാവും എന്ന് തിരിച്ചറിയുക.